ഗൈസ്, വെൽക്കം ബാക്ക് മിസ്റ്റർ ഫോറക്സ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഓർഡർ ബ്ലോക്ക് എൻട്രി, അതുപോലെ തന്നെ ഫെയർ വാല്യൂ ഗ്യാപ്പ് എൻട്രി, അതുപോലെ തന്നെ ഹയർ ടൈം ഫ്രെയിമിൽ ഒരു ഓർഡർ ബ്ലോക്ക് വെക്കുമ്പോൾ അവിടുത്തെ ഒരു എൻട്രി. അതായത് നമ്മളൊരു എൻട്രി നോക്കുകയാണെങ്കിൽ നമ്മൾ ചാർട്ടിലോട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മാർക്കറ്റ് കൂടുതലും റെസ്പെക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഹയർ ടൈം ഫ്രെയിമിൽ ഓർഡർ ബ്ലോക്ക് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തേക്കുന്നതാണ്. എന്നാൽ ലോവർ ടൈം ഫ്രെയിമിൽ ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യാത്തതും കാണാം. അപ്പം ആ ഒരു കാര്യം എങ്ങനെ നമുക്ക് ക്ലിയർ ആക്കാം? മാർക്കറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പിലാണോ, ഇനി ലോവർ ടൈം ഫ്രെയിമിൽ ഓർഡർ ബ്ലോക്കിലാണോ, ഇനി ഹയർ ടൈം ഫ്രെയിമിൽ ഓർഡർ ബ്ലോക്കിലാണോ, എവിടെയാണ് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുന്നത്? അതുപോലെ തന്നെ ഇനിയിപ്പം ഹയർ ടൈം ഫ്രെയിമിൽ നമ്മളൊരു ഓർഡർ ബ്ലോക്ക് വെക്കുകയാണെങ്കിൽ അവിടെ ഏത് രീതിയിൽ എൻട്രി എടുക്കണം, ഇനി ഏത് രീതിയിൽ സ്റ്റോപ്പ് ലോസ് വെക്കണം. അപ്പോൾ ആ ഒക്കെ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നെങ്ങനെയാണ് ഹൗ ടു പ്ലേസ് വിന്നിങ് ട്രേഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, അതുപോലെ തന്നെ ഓർഡർ ബ്ലോക്ക് എൻട്രി വിസിസ് FVG എൻട്രി, അതുപോലെ തന്നെ ഇത് കീ പോയിൻറ്റ്സ് ആൻഡ് ക്രൈറ്റീരിയ ഓഫ് SMC എൻട്രി, അതുപോലെ തന്നെ വൈ പ്രൈസ് ഡസ് നോട്ട് റെസ്പെക്ട് ഓർഡർ ബ്ലോക്ക് ആൻഡ് ഫെയർ വാല്യൂ ഗ്യാപ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് വൺ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല ബിഗിനേഴ്സ് ട്രേഡേഴ്സിനാണെങ്കിൽ പോലും കൺഫ്യൂഷൻ ആയിട്ടുള്ള കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഓർഡർ ബ്ലോക്കിലാണോ അതോ ഫെയർ വാല്യൂ ഗ്യാപ്സിലാണോ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. എവിടെയാണ് മാർക്കറ്റ് മോർ ലൈക്ലി ടു ബി റെസ്പെക്ട് ദ പ്രൈസ്? അതായത് ഓർഡർ ബ്ലോക്കിലാണോ FVGയിലാണോ മാർക്കറ്റ് കൂടുതലും റെസ്പെക്റ്റ് ചെയ്യുന്നത്, അതോ ഇനി ഹയർ ടൈം ഫ്രെയിമിൽ ഓർഡർ ബ്ലോക്കിലാണോ? അപ്പം ഇങ്ങനത്തുള്ള സംശയങ്ങൾ എല്ലാവർക്കും കാണുന്ന കാര്യമാണ്. അപ്പം അതിന് നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താം. അതായത് ഞാനിപ്പോൾ ഇവിടെ ഹയർ ടൈം ഫ്രെയിമിൽ, അതായത് ഇതൊരു 1 ഹവറിൻ്റെ ഒരു ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ, ഹയർ ടൈം ഫ്രെയിമിൽ ഇത് നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് ഈ രീതിയിലൊരു ഓർഡർ ബ്ലോക്ക് നമുക്ക് കിട്ടി. മാർക്കറ്റ് വന്ന് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ വന്ന് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ ഒരു ഓർഡർ ബ്ലോക്ക്, അതായത് ആ ഒരു ചാർട്ട് തന്നെ നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലോട്ടാക്കി നമുക്ക് ഈ ഒരു റേഞ്ചിൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടും. ബട്ട് മാർക്കറ്റ് അവിടെ റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല. അതായത് ഈ ഒരു ലോവർ ടൈം ഫ്രെയിമിൽ ഈ ഒരു ഓർഡർ ബ്ലോക്ക് വെച്ചിട്ട് ആ ഒരു എൻട്രിക്ക് വേണ്ടി നോക്കിയിരിക്കുന്ന ഒരു ടൈം വേസ്റ്റായി പോകുന്ന ഒരു പരിപാടിയാണിത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു നല്ലൊരു സെറ്റപ്പ് കണ്ടെത്തി നല്ലൊരു എൻട്രി, അതായത് ഈ ഏരിയയിൽ തന്നെ നല്ലൊരു എൻട്രി എങ്ങനെ കറക്റ്റ് സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ച് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഇവിടെ ലോവർ ടൈം ഫ്രെയിമിലാണ്. ഓക്കെ, അപ്പം ഇവിടെ മാർക്കറ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലായിരുന്നു. ദെൻ മാർക്കറ്റ് ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം ഇൻഡ്യൂസ്മെൻറ്റ് കാണാം. ഇൻഡ്യൂസ്മെൻറ്റ് എന്താണെന്നുള്ള കാര്യം നമ്മൾ ഓർഡർ ഫ്ലോയുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ അറിയാത്തവർ ഒന്ന് കാണുക. ഓക്കെ, അപ്പം ഇവിടെ നമ്മളിങ്ങനെയൊക്കെ കാണുമ്പോൾ, അതായത് ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു സെറ്റപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റും. എവിടെ സെറ്റപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റും? ഈ ഒരു റേഞ്ചിലായിട്ട് നമുക്കൊരു സെറ്റപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റും. ബട്ട് അതിനേക്കാൾ മുമ്പ് ഇപ്പോൾ നമ്മളിപ്പോൾ ഏതൊരു എൻട്രി ഇപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഫിബ് വെച്ചിട്ട് ഡിസ്കൗണ്ട് സോൺ എവിടെയാണ്, പ്രീമിയം സോൺ എവിടെയാണ് എന്ന് നമ്മളൊന്ന് അളക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാര്യം നമ്മളിവിടെ ഫിബ് ടൂൾ വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം എവിടെയാണ് ഈ ഒരു റേഞ്ചിന് താഴെയായിട്ട് ഡിസ്കൗണ്ട് സോണാണ്. ഓക്കെ, എന്താണ് ഡിസ്കൗണ്ട് സോണാണ്. ഈ ഒരു റേഞ്ചിന് മുകളിലായിട്ട് പ്രീമിയം സോണും ആണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു? ഡിസ്കൗണ്ട് സോണിലാണ് നമ്മളുടെ എൻട്രി. ഓക്കെ, പ്രീമിയം സോണിൽ പോയി അങ്ങനെ എൻട്രി പുഷ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഡിസ്കൗണ്ട് സോണിൽ എൻട്രി എടുത്ത് പ്രീമിയം സോണിൽ സെല്ല് ചെയ്യുക, അതാണ് അതിൻ്റെ ഒരു രീതി. ഓക്കെ, അപ്പം ഫസ്റ്റ് വൺ നമ്മൾ ഒരു ഡിസ്കൗണ്ട് സോൺ, അതുപോലെ തന്നെ പ്രീമിയം സോൺ നമുക്ക് മനസ്സിലായി. ദെൻ നമ്മൾ ഇവിടെ ഈ ഒരു റേഞ്ചിലായിട്ട് ലോവർ ടൈം ഫ്രെയിമിൽ നമുക്കിവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കാണാം. അതുപോലെ തന്നെ ഹയർ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിലോ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ഓർഡർ ബ്ലോക്കും കാണാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇവിടെ ആയിട്ടൊരു ഓർഡർ ബ്ലോക്കും കാണാം. ലോവർ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ ഓർഡർ ബ്ലോക്ക് ഇവിടെ ആയിട്ടാണ്. ബട്ട് ഇവിടെ എൻട്രി എങ്ങനെയാണ്, എങ്ങനെ നമുക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എൻട്രി എടുക്കും? ഓക്കെ, ഞാൻ പറഞ്ഞു ഹയർ ടൈം ഫ്രെയിമിൽ ഒരു ഓർഡർ ബ്ലോക്ക് നോക്കുമ്പോൾ ഇത്രയും വലിയൊരു ഓർഡർ ബ്ലോക്കാണ്. ലോവർ ടൈം ഫ്രെയിമിൽ നോക്കുമ്പം ഈ ഒരു ചെറിയൊരു ഓർഡർ ബ്ലോക്കും. ഓക്കെ, മാർക്കറ്റ് എങ്ങനെ, എവിടെ, എന്തുകൊണ്ട് റെസ്പെക്റ്റ് ചെയ്തു, ഈ കാര്യം അറിയണം. ഓക്കെ, ഇനി എങ്ങനെ സ്റ്റോപ്പ് ലോസ് അടിക്കാതിരിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ നമ്മളിപ്പം പലരും ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ഓർഡർ ബ്ലോക്കിൽ എൻട്രി എടുക്കുന്നവരാണെങ്കിൽ എന്തായാലും ഇവിടെ ഒരു ലിമിറ്റ് ഓർഡർ ഇട്ടിട്ട് ദെൻ മാർക്കറ്റിൻ്റെ സ്റ്റോപ്പ് ലോസ്, അതായത് എടുക്കുന്ന എൻട്രിയുടെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു സ്വിങ്ങിന് താഴെയായിട്ട് വെക്കും. ദെൻ നമുക്ക് ടാർഗറ്റായിട്ട് ഈ ഒരു റേഞ്ചൊക്കെ വെക്കാം. ബട്ട് അങ്ങനെ വെച്ചാൽ നമ്മൾ റിസ്ക് റിവാർഡ് റേഷ്യോ കുറയും. ഓക്കെ,
ഹെവി റിസ്ക് റിവാർഡ് ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസ്ക് റിവാർഡ് നമുക്ക് കിട്ടത്തില്ല. അതായത് മാർക്കറ്റിൻ്റെ സ്റ്റോപ്പ് ലോസ് ഏകദേശം ഈ റേഞ്ച് തൊട്ട് ഈ ഒരു പ്രൈസ് തൊട്ട് ഏകദേശം ഇവിടം വരെ സ്റ്റോപ്പ് ലോസ് ഇരിക്കുവാണ്. അപ്പം നമ്മൾ ആ രീതിയിൽ നോക്കുന്നതിന് പകരം കുറച്ചുകൂടി കൺഫർമേഷൻസ് ആയതിനു ശേഷം സെറ്റപ്പുകൾ കുറച്ചുകൂടി നല്ല രീതിയിൽ ബിൽഡ് ചെയ്തതിന് ശേഷം എൻട്രി എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഈ ഒരു സെറ്റപ്പിലാണെങ്കിൽ നമുക്ക് ഇവിടെ എൻട്രി എടുത്ത് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാം, ഇവിടെ ടാർജറ്റ് വെക്കാം. ബട്ട് എന്താണ്, റിസ്ക് റിവാർഡ് റേഷ്യോ കുറവാണ്. നെക്സ്റ്റ് വൺ, ഇനി ലോവർ ടൈം ഫ്രെയിമിലാണെങ്കിലോ നമ്മളെ എൻട്രി ഇവിടെ ആയിരിക്കും, പക്ഷേ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല. അപ്പം ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തു, എന്നാൽ ലോവർ ടൈം ഫ്രെയിമിൽ റെസ്പെക്റ്റ് ചെയ്തില്ല. എന്നാൽ ഹയർ ടൈം ഫ്രെയിമിൽ എൻട്രി എടുത്താലോ ആ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ വളരെ കുറവാണ്. അപ്പം എന്താണ് ഇതിനുള്ളൊരു സൊല്യൂഷൻ? അതായത് നമ്മളിവിടെ ഒരു ലോവർ ടൈം ഫ്രെയിമിൽ ഇവിടെ ഒരു സെറ്റപ്പ് വെച്ചാലും അല്ലെങ്കിൽ ലിമിറ്റ് ഓർഡർ ഇട്ടാലും ചില ടൈമിൽ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യത്തില്ല, ചില ടൈമിൽ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യും. എന്നാൽ മാർക്കറ്റ് ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ റെസ്പെക്റ്റ് ചെയ്തില്ലെങ്കിലും മാർക്കറ്റ് ആ ഒരു മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തങ്ങ് പോകുന്നതാണ്. അപ്പം നമുക്ക് നെക്സ്റ്റ് കാര്യം, നമ്മൾ ഇതിലോട്ട് ഫെയർ വാല്യൂ ഗ്യാപ്പിനെ, അതായത് FVG കൂടി നമ്മൾ ഇതിനകത്തോട്ട് കൊണ്ടുവരുവാണ്. അങ്ങനെ നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് പോവുകയും നമുക്ക് ഇവിടെ ഈ ഒരു റേഞ്ചിൽ നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഹയർ ടൈം ഫ്രെയിമിൽ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, ലോവർ ടൈം ഫ്രെയിമിൽ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. അപ്പം ഈ ഒരു FVGയിൽ നമ്മളിപ്പം അങ്ങനെ ഈ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ വന്ന് ടാപ്പ് ചെയ്യുന്നതിനെക്കാട്ടി ബെറ്റർ അവിടുത്തെ ഒരു FVGയിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ എൻട്രി നോക്കുന്നതായിരിക്കും. അത് എന്തുകൊണ്ടാണ് എന്നതിനൊരു റീസൺ ഉണ്ട്. അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ FVGക്ക് മുകളിലായിട്ടും ഒരു ഹയർ ടൈം ഫ്രെയിമിലുള്ള ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ദെൻ അതിന് തൊട്ട് താഴെയായിട്ടും FVG ഉണ്ട്. ദെൻ ഇവിടെ ആയിട്ട് എന്തുണ്ട്, ലോവർ ടൈം ഫ്രെയിമിൽ ഓർഡർ ബ്ലോക്ക് ഉണ്ട്. അതായത് ഹയർ ടൈം ഫ്രെയിമിൽ ഓർഡർ ബ്ലോക്ക് ഈ ഒരു റേഞ്ചിൽ നിന്ന് ഇവിടം വരെയുണ്ട്. ഈ ഒരു റേഞ്ചിൽ ഏകദേശം ഇവിടം വരെയുണ്ട്. ദെൻ FVG ഉണ്ട്. ബട്ട് മാർക്കറ്റ് നല്ല ക്ലിയർ ആയിട്ട് FVGയിൽ മാർക്കറ്റ് വന്ന് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്, എന്നാൽ ലോവർ ടൈം ഫ്രെയിമിൽ ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് കാര്യം എന്താണെന്ന് നോക്കിയാൽ ഓർഡർ ബ്ലോക്ക് വിസസ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. അതായത് ഹയർ ടൈം ഫ്രെയിമിൽ, അതായത് ഒരു 4 hour ആൻഡ് 1 hour മാർക്കറ്റ് ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്നത് ഓർഡർ ബ്ലോക്സിനെയാണ്. എന്താണ്, ഹയർ ടൈം ഫ്രെയിമിൽ ഒരു 4 hour ആൻഡ് 1 hour നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ കാണാൻ പറ്റും. ഒരു 4 hour ആൻഡ് 1 hour മാർക്കറ്റ് ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്ന ഓർഡർ ബ്ലോക്സിനാണ്. ആ ഒരു ഓർഡർ ബ്ലോക്സിനെ റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ എൻട്രി എടുക്കാമെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാം. ദെൻ ലോവർ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 50 minutes ആൻഡ് 5 minutesലോട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ മാർക്കറ്റ് ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്നത് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്സിനെയാണ്. അതായത് ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്ന ഓർഡർ ബ്ലോക്സിനെയും ലോവർ ടൈം ഫ്രെയിംസിൽ മാർക്കറ്റ് ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്നത് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്സിനെ ആയിരിക്കും. അപ്പം നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ നോക്കുമ്പം നമുക്കിവിടെ കാണാൻ പറ്റും, ഇവിടെ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ദെൻ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ ആയിട്ടൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ്, വലിയൊരു ഓർഡർ ബ്ലോക്ക്, ദെൻ എക്സ്ട്രീം ലോവർ ടൈം ഫ്രെയിം ഓർഡർ ബ്ലോക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ മാർക്കറ്റ് ഇവിടെ വന്ന് റെസ്പെക്റ്റ് ചെയ്തേക്കുന്ന ഒരു FVGയിലാണ്. FVGയിലാണ് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. ആ FVG ഉൾപ്പെടുന്നത് ഹയർ ടൈം ഫ്രെയിമിൽ ഒരു ഓർഡർ ബ്ലോക്സിൽ കൂടിയാണ്. അപ്പം ആ ഒരു കൺഫർമേഷൻസ് കൂടി നമ്മൾ കണക്കിലെടുത്തിട്ടാണ് ആ ഒരു FVGയിൽ നമ്മൾ കൺഫർമേഷൻസിന് ശേഷം എൻട്രി പുഷ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു FVGയിൽ നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ നമ്മൾ ഏകദേശം ഒരു സ്റ്റോപ്പ് ലോസ് ഈ ഒരു റേഞ്ചിലായിട്ട് നമുക്ക് വെക്കാൻ പറ്റും. എവിടെ ആയിട്ട് വെക്കാം, ഈ ഒരു എക്സ്ട്രീം ലോവർ ടൈം ഫ്രെയിം ഓർഡർ ബ്ലോക്കിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് വെക്കാൻ പറ്റും. ഏകദേശം നമ്മളെ ടാർഗറ്റ് ഈ ഒരു റേഞ്ചിൽ നമുക്ക് വെക്കാൻ പറ്റും. ബട്ട് അതിനേക്കാൾ ഉപരി നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ, അതായത് ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്യുമ്പം എൻട്രി എടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുക, നല്ല സ്റ്റോപ്പ് ലോസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ വളരെ കുറവാണ്. അപ്പം FVGയിൽ നമ്മളിപ്പോൾ എൻട്രി വെക്കുകയാണെങ്കിൽ ആ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ കുറച്ചുകൂടി കൂടി, എന്താണ്, ഹയർ ടൈം ഫ്രെയിം ഓർഡർ ബ്ലോക്സിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി കൂടി ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്സിൽ എൻട്രി എടുക്കുമ്പം. ഇനി നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു FVGയിൽ എൻട്രി എടുക്കുമ്പം ഈ ഒരു സ്റ്റോപ്പ് ലോസ് വളരെ ടൈറ്റായിട്ട് ഇവിടെ വെക്കാം. ടൈറ്റ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഇവിടെ വെക്കാം. ബട്ട് ഈ ടൈറ്റ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമ്മളിവിടെ ആഡ് ചെയ്യുമ്പം എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, മാർക്കറ്റ് ചിലപ്പോൾ ഈ ഒരു എക്സ്ട്രീം ലോ ടൈം ഫ്രെയിം ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്താലോ. അപ്പം അവിടെ ഒരു കൺഫർമേഷൻ വേണം. അതായത് ഈ ഒരു ടൈറ്റ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നതിനെക്കാട്ടി ഏറ്റവും ബെറ്റർ മാർക്കറ്റ് ഈ ഒരു എക്സ്ട്രീം ലോ ടൈം ഫ്രെയിം ഓർഡർ ബ്ലോക്കിന് തൊട്ട് താഴെയായിട്ട് വെക്കുന്നതായിരിക്കും.
അതായത് നമുക്കവിടെ അപ്പം എൻട്രിയും നമുക്ക് കിട്ടും, വിത്ത് കൺഫർമേഷൻ എൻട്രി എടുക്കാവൂ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എൻട്രിയും കിട്ടും. ഓക്കെ, ദെൻ ഈ ഒരു സ്റ്റോപ്പ് ലോസ് താഴെ വെച്ചാൽ നമ്മൾ ആ ഒരു അങ്ങനെ വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാര്യം മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ചിലപ്പോൾ മാർക്കറ്റ് ഈ ലിമിറ്റ് ഓർഡർ ഇട്ട് വെക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഇറങ്ങി വന്ന് ഇവിടെ വന്ന് ടാപ്പ് ചെയ്യാം. ദെൻ കൺഫർമേഷൻ നോക്കി കഴിഞ്ഞ് എൻട്രി എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം സ്റ്റോപ്പ് ലോസ് ഈ ടൈറ്റ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് തന്നെ വെക്കാം. ബട്ട് ഏറ്റവും ബെറ്റർ ഈ ഒരു ലോവർ ടൈം ഫ്രെയിം ഓർഡർ ബ്ലോക്കിൻ്റെ തൊട്ട് താഴെയായിട്ട് വെക്കുന്നതായിരിക്കും. അതാണ് ഏറ്റവും നല്ലതും. ഓക്കെ, അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇനിയിപ്പോൾ മാർക്കറ്റ് എക്സ്ട്രീം ഈ ലോ ടൈം ഫ്രെയിം ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് വന്ന് റെസ്പെക്റ്റ് ചെയ്യുവാണെങ്കിലോ നമുക്ക് എൻട്രി ഇവിടെ തന്നെ വെക്കാം. ഓക്കെ, ഇവിടെ എൻട്രി വെക്കാം, സ്റ്റോപ്പ് ലോസ് തൊട്ട് താഴെ വെക്കാം. ദെൻ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്സിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ അതിൻ്റേതായ രീതിയിൽ ആ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ എടുക്കാൻ നിങ്ങൾ ഓക്കെ ആവുക. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഹയർ ടൈം ഫ്രെയിം സപ്ലൈ സോൺ നിങ്ങൾക്ക് കൂടെ കാണാം. ദെൻ ലോ കാണാം, ഹൈ കാണാം, ദെൻ ലോവർ ലോ കാണാം. ദെൻ മാർക്കറ്റ് ഹൈലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇതിനെക്കാട്ടി ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണിത്. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് എക്സ്ട്രീം ലോ ടൈം ഫ്രെയിമിൽ ഒരു ഓർഡർ ബ്ലോക്ക് കാണാം, അതുപോലെ തന്നെ ഹയർ ടൈം ഫ്രെയിമിൽ ഒരു ഓർഡർ ബ്ലോക്ക് കാണാം, അതുപോലെ തന്നെ ഇവിടെ ഒരു FEGയും കാണാം. അപ്പം ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഇതിനെ ഒന്നും റെസ്പെക്റ്റ് ചെയ്യത്തില്ല ചില സമയം. ഓക്കെ, നിങ്ങൾ ഇവിടെ സെൽ ലിമിറ്റ് ഓർഡർ വെച്ചാലും ഇവിടെ വെച്ചാലും മാർക്കറ്റ് ചിലപ്പോൾ റെസ്പെക്റ്റ് ചെയ്യത്തില്ല. എന്തുകൊണ്ട് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യത്തില്ല? മാർക്കറ്റിൻ്റെ ഓരോ മൂവ്മെൻറ്റിനും അതിൻ്റേതായ ഒരു റീസൺസ് ഉണ്ട്. നിങ്ങൾ കൺസെപ്റ്റുകൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ, ഓരോ ലോജിക്കും കാര്യങ്ങളും എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ മൂവ്മെൻറ്റും അറിയാൻ പറ്റും. എന്തുകൊണ്ട് മാർക്കറ്റ് ഈ റേഞ്ചിൽ നിന്ന് ഈ ഒരു റേഞ്ചിലോട്ട് ഇറങ്ങി വന്നു അങ്ങനെ കണ്ടുപിടിക്കണം. ഓക്കെ, ഇനിയിപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് അടിക്കുവാണെങ്കിൽ ആ രീതി വേണം മാർക്കറ്റിനെ കാണാൻ, അല്ലെങ്കിൽ അതൊരു വേസ്റ്റായി പോകും. ഓക്കെ, കാര്യം ഓരോ എൻട്രി ഓരോ പാഠങ്ങളാണ്. ഓക്കെ, അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു എക്സ്ട്രീം ലോ ടൈം ഫ്രെയിം ഓർഡർ ബ്ലോക്ക്, ഹയർ ടൈം ഫ്രെയിം ഓർഡർ ബ്ലോക്ക്. ഹയർ ടൈം ഫ്രെയിം ഓർഡർ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു റേഞ്ച് ഫുള്ള് വരും. ദെൻ ഫെയർ വാല്യൂ ഗ്യാപ്സ് കാണാം. ഓക്കെ, അപ്പം ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിനെ ഒന്നും മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല? ഓക്കെ, ഇവിടെ ഒരു ട്രേഡ്, ഈ ഒരു ട്രേഡ് അതായത് ഇവിടെ ഒരു മിസ്സിങ് ട്രേഡാണ്. നമ്മൾ ഈ വെച്ച ഒരു സെറ്റപ്സിനും മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യാണ്ട് മാർക്കറ്റ് ഇറങ്ങിപ്പോയാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ആ ഒരു ഇൻഎഫിഷ്യൻസി മൂലമാണ്. മാർക്കറ്റിൻ്റെ ഈ ഒരു റേഞ്ചിന് ഈ ഒരു റേഞ്ച് വരെയുള്ള മാർക്കറ്റിൻ്റെ ഒരു ഹെവി മൂവ്മെൻറ്റ്. ഓക്കെ, ഒരു ഹെവി കറക്ഷൻ. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ചാർട്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, നിങ്ങളിവിടെ ഒരു എക്സ്ട്രീം ഓർഡർ ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ഒരു 1 hour ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ, 1 hourൽ നിങ്ങളിവിടെ ഒരു ഓർഡർ ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ദെൻ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്സ് ഉണ്ട്. ദെൻ മാർക്കറ്റ് നിങ്ങളിവിടെ ഒരു BOS അതായത് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാം. മാർക്കറ്റ് ദെൻ കയറി വന്നു, ഇവിടെ വരെ വന്നു, മാർക്കറ്റ് ഇറങ്ങിപ്പോയി. വൈ? എന്തുകൊണ്ട് ഇറങ്ങിപ്പോയി? ഓക്കെ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക്, അതുപോലെ തന്നെ ദെൻ ഫെയർ വാല്യൂ ഗ്യാപ്സ്, അതുപോലെ തന്നെ മാർക്കറ്റ് ഇവിടെ വരെ കയറി വന്നു, ഇറങ്ങിപ്പോയി. എന്തുകൊണ്ട് ഇറങ്ങിപ്പോയി? നിങ്ങൾക്ക് ഈ ഒരു ക്യാൻഡിൽസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഈ ഒരു ഹെവി ക്യാൻഡിൽസ്. ഓക്കെ, ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇൻഡ്യൂസ്മെൻറ്റ് എന്താണ്. ഓക്കെ, അതുപോലെ തന്നെ ഇൻഎഫിഷ്യൻസി. ഓക്കെ, ഈ ഇൻഎഫിഷ്യൻസി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന കാര്യം ഹെവി ക്യാൻഡിൽസ് മാർക്കറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. ബട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടില്ല, മാർക്കറ്റ് ഇറങ്ങി താഴോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, ഒരു കണക്കിന് പറയുകയാണെങ്കിൽ പലതും മാർക്കറ്റിൽ ഒരു ട്രാപ്പ് തന്നെയാണ്. ഓക്കെ, ട്രാപ്പിലാക്കുക, മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് കണ്ട് എൻട്രി എടുക്കുന്ന റീറ്റെയിൽ ട്രേഡേഴ്സിനെ ട്രാപ്പിലാക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നു, മാർക്കറ്റ് ഇറങ്ങി താഴോട്ട് പോയി. ബട്ട് നിങ്ങൾ അധികം കൺസെപ്റ്റ് അറിഞ്ഞിരിക്കുവാണെങ്കിൽ, ഓക്കെ, അധികം, അതായത് ഇപ്പോൾ ICTയിൽ തന്നെ പല എൻട്രി മെത്തേഡ്സും ഉണ്ട്. അപ്പം ആ രീതിയിൽ നിങ്ങൾ കൺസെപ്റ്റ് അറിഞ്ഞിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഫസ്റ്റ് വൺ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മാർക്കറ്റ് എന്തുകൊണ്ട് ഇറങ്ങിപ്പോയി, അവിടെ എന്തെങ്കിലും കൺസെപ്റ്റോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, എന്തുകൊണ്ട് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി ഒരു സ്ഥലത്ത് എൻട്രി എടുക്കുകയാണെങ്കിൽ അവിടെ ഒന്നിലധികം കൺഫർമേഷൻസ് എടുക്കുക, കൺസെപ്റ്റുകൾ അധികം യൂസ് ചെയ്യുക. ഓക്കെ, ഫിബ് പോലുള്ള ടൂൾസ്, അതുപോലുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷം എൻട്രി എടുക്കുക. അപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് ഇറങ്ങി താഴോട്ട് പോയി. ഇനി ഇവിടെ നിന്ന് മാർക്കറ്റ് ഇറങ്ങി, ഇവിടെ ഒരു ഇൻഎഫിഷ്യൻസി ഏരിയ ആണ്. ഓക്കെ, ഇവിടെ ഇൻഎഫിഷ്യൻസി ഏരിയ ആണ്. ബട്ട് മാർക്കറ്റ് ഇവിടെ റെസ്പെക്റ്റ് ചെയ്തു. ഒരു എക്സ്ട്രീം ഓർഡർ ബ്ലോക്കിന് ഫെയർ വാല്യൂ ഗ്യാപ്സിന് ഒന്നും മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല, മാർക്കറ്റ് ഇറങ്ങി താഴോട്ട് പോയിട്ടുണ്ട്. ദെൻ എന്തുകൊണ്ട് ഇവിടെ റെസ്പെക്റ്റ് ചെയ്തു? നിങ്ങൾക്ക് പല വീഡിയോസും ഇപ്പോൾ ഇവിടെ തന്നെ ആണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തേക്കുന്ന ഒരു ഏരിയ എന്തുകൊണ്ട് റെസ്പെക്റ്റ് ചെയ്തു. ഓക്കെ, ആ രീതിയിൽ വേണം നമ്മൾ മാർക്കറ്റിനെ കാണാൻ. ബട്ട് ഇവിടെ നമ്മളിപ്പോൾ എക്സ്ട്രീം ഓർഡർ ബ്ലോക്കും അതുപോലെ തന്നെ ഫെയർ വാല്യൂ ഗ്യാപ്സും ഹയർ ടൈം ഫ്രെയിമിൽ ഓർഡർ ബ്ലോക്ക് വെച്ചാലും
മാർക്കറ്റ് ഇവിടെ ഒന്നും മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, അത് ആ ഒരു ഇൻഎഫിഷ്യൻസി മൂലമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മളൊരു 50 മിനിറ്റ്സിൻ്റെ ഒരു ചാർട്ടാണ്. ഓക്കെ, ഇവിടെ എന്താണ് ഒരു 50 മിനിറ്റ്സിൻ്റെ ചാർട്ടാണ്. ഇവിടെ 1 ഹവറിൽ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് കാണാൻ പറ്റും. ഇവിടെ എന്ത് കാണാം, ഒരു ഈക്വൽ ലോ കാണാൻ പറ്റും. ഓക്കെ, ഈക്വൽ ലോ കാണാൻ പറ്റും, ഒരു ലിക്വിഡിറ്റി പൂളാണ്. ഓക്കെ, അപ്പം 1 ഹവറിലെ ഓർഡർ ബ്ലോക്ക് നമ്മൾ 50 മിനിറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് കാര്യം, മാർക്കറ്റ് ഇവിടെ വന്ന് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് മാർക്കറ്റ് ഇവിടെ വന്ന് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ചുകൂടെ സൂം ചെയ്താൽ നമുക്കിവിടെ എന്ത് കാണാൻ പറ്റും, ഇവിടെ വന്നു മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തു, മാർക്കറ്റ് മുകളിലോട്ട്. ഇതൊരു ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയ ആണ്. എന്താണ് ഇൻഡ്യൂസ്മെൻറ്റ്? ജസ്റ്റ് ഓർഡർ ഫ്ലോയുടെ ക്ലാസ് കാണുക, അത് ക്ലിയർ ചെയ്യുക. ഓക്കെ, കാര്യം ഇൻവെസ്റ്റ്മെൻറ്റും ട്രാപ്സും നമ്മൾ അറിയേണ്ട കാര്യമുണ്ട്. ഓക്കെ, ഫസ്റ്റ് കാര്യം, മാർക്കറ്റ് ഇവിടെ നിന്ന് കയറി മാർക്കറ്റ് മുകളിലോട്ട് പോയി, ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞു. ദെൻ ഒരു മാർക്കറ്റ് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ്. എന്താണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് നിങ്ങൾക്കറിയാം, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ മാർക്കറ്റ് വന്നു, ഇവിടെ വന്ന് പിന്നെയും ടാപ്പ് ചെയ്തു. ഓക്കെ, ഇവിടെ വന്ന് മാർക്കറ്റ് പിന്നെയും ടാപ്പ് ചെയ്തു. അതായത് നമ്മളിവിടെ നോക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ 1 ഹവറിലെ ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തതിനു ശേഷം ആ ഒരു എൻട്രി എങ്ങനെ നമുക്ക് ഒരു 50 മിനിറ്റ്സ് അല്ലെങ്കിൽ 5 മിനിറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്ത് നല്ല കിടിലം എൻട്രി ആക്കി മാറ്റാം എന്നുള്ള കാര്യമാണ്. അപ്പോൾ 1 ഹവറിൽ എന്താണ് നമ്മൾ വെച്ചിരുന്ന ഓർഡർ ബ്ലോക്ക്. ഓക്കെ, 1 ഹവറിൽ നമ്മൾ വെച്ചിരുന്ന ഒരു ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തു, നമ്മളത് 50 മിനിറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്തപ്പം നമുക്ക് ഫസ്റ്റ് കാര്യം ഒരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടി. ദെൻ സെക്കൻഡ് കാര്യം എന്ത് കിട്ടി, ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്ക് കിട്ടി. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്താണ്, ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് ഇവിടെ ആയിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് മാർക്കറ്റ് എന്താണ്, ഇവിടെ വന്ന് ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പമ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് എൻട്രി എവിടെ എടുക്കാം, ഇവിടെ ആയിട്ട് എടുക്കാം. ഇങ്ങനെ മാർക്കറ്റിന് ഈ രീതിയിൽ നിങ്ങൾ റീഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും നിങ്ങൾ എൻട്രി അത്ര പെർഫെക്റ്റ് ആയിരിക്കും. കാര്യം അധികം കൺഫർമേഷൻസ്, അതായത് മാർക്കറ്റ് റിവേഴ്സ് ആവുന്നത് നല്ല പക്കയായിട്ട് കൺഫേം ചെയ്ത് എൻട്രി എടുക്കുന്ന രീതിയാണിത്. അപ്പോൾ നമ്മളിവിടെ കാണാം, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല. ദെൻ മാർക്കറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നതിന് ശേഷം നമുക്ക് എന്ത് മനസ്സിലായി, ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട് എന്നുള്ള കാര്യം, ഇവിടുന്ന് ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ദെൻ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തു, മാർക്കറ്റ് മുകളിലോട്ട് പോയി. ഓക്കെ, അപ്പം നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ അവിടെ എന്തായി, നമ്മളെ ആ ഒരു എൻട്രി മിസ്സായി. അങ്ങനെ ആ എൻട്രി മിസ്സാവണേ ദെൻ മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നാൽ, അതായത് ഇവിടെ നിന്ന് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്ത് പോയ മാർക്കറ്റ് ഇവിടെ നമുക്ക് എൻട്രി കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു. അങ്ങനെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ മാർക്കറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഒരു ലോവർ ടൈം ഫ്രെയിമിൽ തന്നെ നമുക്ക് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഒരു എക്സ്ട്രീം ഓർഡർ ബ്ലോക്ക് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഈ ഒരു FEGയും അതുപോലെ തന്നെ എക്സ്ട്രീം ഓർഡർ ബ്ലോക്ക്സും നമ്മൾ ഫൈൻഡ് ചെയ്താൽ ദെൻ മാർക്കറ്റ് ഇവിടെ വന്ന് റെസ്പെക്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് മുകളിലോട്ട് നല്ലൊരു പെർഫെക്റ്റ് എൻട്രി നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, FEGയിൽ എൻട്രി എടുക്കുവാണെങ്കിലും ഇനി എക്സ്ട്രീം ലോവർ ടൈം ഫ്രെയിം എക്സ്ട്രീം ഓർഡർ ബ്ലോക്കിൽ നമ്മൾ എൻട്രി എടുക്കുവാണെങ്കിലും നമ്മൾ ഏകദേശം നമ്മുടെ ഒരു സ്റ്റോപ്പ് ലോസ് നിങ്ങൾ ഈ ഒരു സ്വിങ്ങിന് താഴെയായിട്ട് വെക്കുക, അത് മസ്റ്റാണ് ഗൈസ്. ഓക്കെ, അപ്പം ഈ രീതിയിൽ എൻട്രി എടുക്കുക. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് ഇവിടെ 2 രീതിയിൽ എൻട്രി എടുക്കുന്നവരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ FEGയിൽ അതുപോലെ തന്നെ എക്സ്ട്രീം ഓർഡർ ബ്ലോക്കിൽ. ഇനി എക്സ്ട്രീം ഓർഡർ ബ്ലോക്കിലാണെങ്കിലും FEGയിലാണെങ്കിലും ക്യാൻഡിൽ സ്റ്റിക്കും കാര്യങ്ങളും കൺഫർമേഷൻ നോക്കി എൻട്രി എടുക്കുന്നവരുണ്ട്, ഇനി അല്ലാതെ എൻട്രി എടുക്കുന്നവരുണ്ട്, ലിമിറ്റ് ഓർഡർ എൻട്രി എടുക്കുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിലും നമ്മൾ ഏകദേശം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടം വരെ വെക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, ക്യാൻഡിൽ സ്റ്റിക്കൊക്കെ നോക്കി കൺഫർമേഷൻ എടുത്ത് എൻട്രി എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് FEGക്ക് താഴെയായിട്ട് ടൈ സ്റ്റോപ്പ് ലോസ് വെക്കാം. ഓക്കെ, അല്ലാതെ എൻട്രി എടുക്കുന്നവരാണെങ്കിൽ ഏകദേശം ഇവിടം വരെ സ്റ്റോപ്പ് ലോസ് വെക്കുക, അതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ മാർക്കറ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറൊക്കെ തന്നതിന് ശേഷം മാർക്കറ്റ് വന്ന് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. എവിടെ റെസ്പെക്റ്റ് ചെയ്തു, ഫെയർ വാല്യൂ ഗ്യാപ്സിൽ റെസ്പെക്റ്റ് ചെയ്തു. അപ്പോൾ ക്യാൻഡിൽ സ്റ്റിക്ക് നോക്കി എൻട്രി എടുക്കുന്നവരാണെങ്കിൽ ഏകദേശം ഈ ഒരു ക്യാൻഡിലിനെയൊക്കെ ബ്രേക്ക് ആയതിനു ശേഷം റിജക്ഷൻ കിട്ടി, ഈ ഒരു ക്യാൻഡിലിനെ ബ്രേക്ക് ആയതിനു ശേഷം നിങ്ങൾക്ക് എൻട്രി എടുക്കാം. ഇവിടെ നിന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ നിങ്ങളെ ആ ഒരു സ്റ്റോപ്പ് ലോസ് ഈ ഒരു റേഞ്ചിലായിട്ട് വെക്കാം, അതായിരിക്കും ഏറ്റവും ബെറ്റർ. യഥാർത്ഥത്തിൽ FEGയിൽ എൻട്രി എടുക്കുമ്പം, അതായത് ഫെയർ വാല്യൂ ഗ്യാപ്പിൽ എൻട്രി എടുക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു FEG ഫോം ആയിട്ടില്ല. ഈ ഒരു FEG ഫോം ആയതിന്
ഈ ഒരു ക്യാൻഡിലിന് താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. അതാണ് കറക്റ്റ് FVGയുടെ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ നമുക്ക് ഇവിടെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തു, നമുക്ക് കൺഫർമേഷൻ കിട്ടി, നമുക്ക് നല്ലൊരു എൻട്രി പുഷ് ചെയ്യാം, നല്ലൊരു റൺ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം ഈ രീതിയിൽ എൻട്രി പുഷ് ചെയ്യുവാണെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മളിന്ന് കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആക്കി. അപ്പം ഏത് രീതിയിൽ എൻട്രി എടുക്കണം, FVGയിൽ അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്കിൽ, അല്ലെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിൽ നിന്നും ലോവർ ടൈം ഫ്രെയിമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏത് രീതിയിൽ എൻട്രി എടുക്കാം, എങ്ങനെ പെർഫെക്റ്റ് കൺഫർമേഷനിൽ എൻട്രി എടുക്കാം, അങ്ങനെ കുറച്ചധികം കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ യൂസ്ഫുള്ളായി എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പം നമ്മൾ SMC, അതുപോലെ തന്നെ ICT, അതുപോലെ ചാർട്ട് പാറ്റേൺസ്, അതുപോലെ തന്നെ പ്രൈസ് ആക്ഷൻ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ക്ലാസ്സുകൾ യൂസ്ഫുള്ളാണെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു.